ലോകത്തെ ഞെട്ടിച്ച സിഡ്നി ബോണ്ടി ബീച്ചിലെ കൂട്ടക്കൊലപാതകം ഒരു സാധാരണ വെടിവയ്പ് കേസ് എന്നതിലുപരി ഓസ്ട്രേലിയൻ മണ്ണിൽ വീണ്ടും ഭീകരതയുടെ വിഷവിത്ത് പാകിയ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിലെ പ്രധാന പ്രതികൾ പാകിസ്ഥാൻ പൗരന്മാരായ ഒരു അച്ഛനും മകനുമാണെന്ന നിർണായക വിവരം പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും ലോക ഭൂപടത്തിൽ ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായി അടയാളപ്പെടുകയാണ്. ഒരു ദശാബ്ദത്തിനിടെ ഓസ്ട്രേലിയ കണ്ട ഏറ്റവും വലിയ ഈ നരനായാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഭീകര സംഘടനയായ IS-മായി ഉണ്ടായിരുന്ന ബന്ധം ഞെട്ടിപ്പിക്കുന്നതാണ്. ആഗോള ഭീകര ശക്തികളുമായി പാകിസ്ഥാൻ എന്ന രാജ്യം പുലർത്തുന്ന സംശയകരമായ ബന്ധങ്ങൾ ആർക്കു വേണ്ടിയാണ് വാതിൽ തുറന്നിടുന്നത്? വിശദാംശങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും മാരകമായ കൂട്ടവെടിവയ്പ്പാണ് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഇന്നലെ അരങ്ങേറിയത്. ഹനൂക്ക ബൈ ദ സീ എന്ന ജൂത ആഘോഷ പരിപാടിക്കിടെയുണ്ടായ ഈ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണം നടത്തിയത് 50 വയസ്സുള്ള സാജിദ് അക്രമും അയാളുടെ മകനായ 24 വയസ്സുള്ള നവീദ് അക്രമും ചേർന്നായിരുന്നു. ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലാനിയോൺ വെളിപ്പെടുത്തിയതിനു പിന്നാലെ ഇരുവരും പാകിസ്ഥാൻ പൗരന്മാരാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കിയതുപോലെ ഇത് ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ബോധപൂർവമായ ഒരു ആക്രമണമായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, വെടിവയ്പ്പിന് ശേഷം ആക്രമികൾ സഞ്ചരിച്ച കാറിൽ IS ഭീകര സംഘടനയുടെ പതാക കണ്ടെത്തിയെന്നാണ് ജോയിന്റ് കൗണ്ടർ ടെററിസം ടീം ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്. സാജിദ് അക്രം ഒരു ഫലവ്യഞ്ജന കടയുടെ ഉടമയായിരുന്നു. മകൻ നവീദ് അക്രം ഇഷ്ടിക നിർമ്മാണ പണിയിൽ നിന്ന് പിരിച്ചുവിട്ട ശേഷം തൊഴിലില്ലാതെ കഴിയുകയായിരുന്നു. ബാഹ്യമായി സാധാരണ ജീവിതം നയിച്ചിരുന്ന ഇവർ എങ്ങനെ IS ഭീകരതയുടെ വിഷം പേറി? ഇവിടെയാണ് പാകിസ്ഥാൻ ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കുന്നത്. ഓസ്ട്രേലിയൻ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ASIO 6 വർഷം മുൻപ് തന്നെ നവീദ് അക്രമിനെ സിഡ്നി ആസ്ഥാനമായുള്ള IS തീവ്രവാദ സെല്ലുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നുവെന്ന് ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. തീവ്രവാദ പദ്ധതികൾ പോലീസ് തകർത്തതിന് പിന്നാലെയായിരുന്നു ഈ നിരീക്ഷണം. അതായത് IS ബന്ധം ഒരു പുതിയ കാര്യമല്ല, മറിച്ച് പല വർഷങ്ങളായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർക്കണം. പാകിസ്ഥാൻ പൗരന്മാർക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജീവിക്കുമ്പോഴും ഭീകര സംഘടനകളുമായി ഇവർക്ക് ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് പാകിസ്ഥാന്റെ നിലപാടുകളാണ്. പാക് മണ്ണിൽ വളരുന്ന ഭീകരതയുടെ വേരുകൾ രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഒത്താശയോടെയാണോ ശക്തിപ്പെടുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം ലോക ഭീകരതയുടെ കയറ്റുമതി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? 26/11 മുംബൈ ആക്രമണം മുതൽ യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും പല ആക്രമണങ്ങളിലും പാകിസ്ഥാൻ പൗരന്മാരുടെ പങ്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഒരു ജൂത ആഘോഷത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണം പാക് ഭീകരതയുടെ അടുത്ത ലക്ഷ്യം എങ്ങോട്ടാണ് എന്ന ഗൗരവമായ ചോദ്യം ഉയർത്തുന്നു. ഇസ്രായേലും ലോകമെമ്പാടുമുള്ള ജൂത സമൂഹവുമാണ് IS-ന്റെയും മറ്റു ഭീകരവാദ ഗ്രൂപ്പുകളുടെയും പ്രധാന ലക്ഷ്യം. നിലവിൽ ഗാസയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഓസ്ട്രേലിയയിൽ നടക്കുന്നത് യാദൃശ്ചികമല്ല. ഇസ്രായേലിനോടുള്ള പ്രതികാരം ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തെ ആക്രമിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്ന ഭീകരരുടെ തന്ത്രമാണ് ഇവിടെ പ്രാവർത്തികമായതും. സ്വന്തം മണ്ണിൽ തീവ്രവാദികളെ വളർത്താൻ അനുവദിക്കുകയും അവരുടെ പൗരന്മാർ ആഗോളതലത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ലക്ഷ്യം പക്ഷേ ഇന്ത്യ മാത്രമാണോ എന്ന ചോദ്യമാണ് ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ ബലപ്പെടുന്നത്. സിഡ്നിയിലെ ബോണ്ടി ബീച്ച് വെടിവയ്പ്, പാകിസ്ഥാൻ പൗരന്മാരുടെ ഭീകരബന്ധം, IS പതാകയുടെ കണ്ടെത്തൽ, ജൂത സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം, ഈ കണ്ണുകളെല്ലാം തന്നെ കൂട്ടിച്ചേർക്കുമ്പോൾ ലഭിക്കുന്നത് ഒരേ ഒരു ചിത്രമാണ്. ഇന്ത്യ വിരുദ്ധ ഭീകരതയുടെ മാത്രമല്ല, ആഗോള ഭീകരതയുടെ വേരുകൾക്ക് ഇപ്പോഴും വെള്ളവും വളവും നൽകുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്ന നോട്ടപ്പുള്ളി പാകിസ്ഥാൻ എന്ന നോട്ടപ്പുള്ളിയെ ഇസ്രായേൽ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യും? ഇസ്രായേലിനെതിരെ കൂടുതൽ വ്യാപകമായ ഭീകരാക്രമണങ്ങൾ ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിന് നേരെ ഉണ്ടാകുമോ? ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ ഭീഷണിയെ നേരിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീവ്രവാദത്തിന്റെ അടുത്ത ഇരയാവാൻ സാധ്യതയുള്ളത് വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ മതക്കാരായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ്.